ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിങ്കാൻവിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഇടിച്ചെമ്മീൻ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് എല്ലാവർക്കും നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇട്ടത്. പിന്നെ എല്ലാവരും ഇത് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്താനും ആരും മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിനായിട്ട് ഇതേപോലെ ഞാൻ ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു 250 ഗ്രാം ഉണ്ട്. പിന്നെ ഇതിലേക്ക് ഇതേ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. കറിവേപ്പില വെച്ചിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളക് ഉണ്ട്. പിന്നെ അതേ ഉള്ളി, നമ്മുടെ ഉള്ളി ചെറുതായി കരിഞ്ഞതും കുരുമുളകിന്റെ പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. പിന്നെ മുളക് പൊടി ഉണ്ട്, മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും പിന്നെ നമ്മുടെ ഇടിയൻ മുളകിന്റെ പൊടിച്ചെടുത്തത്. അപ്പൊ ഇതൊക്കെ കൂടിയിട്ടാണ്, ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ചെമ്മീൻ ആദ്യം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെന്താണ് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, ഇതൊക്കെ ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തേക്കണം. എന്നിട്ട് നമ്മൾ ഇതിനെ മാരിനേറ്റ് ചെയ്തിട്ട് ഇത്തിരി നേരം ഒരു 10-15 മിനിറ്റ് ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇതിനെ എന്താ ചെയ്യുക, ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ ഫ്രൈ ചെയ്തതിന് മുന്നായിട്ട് ഇതിനെ ആദ്യം തന്നെ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പൊ അതേ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിനെ വേവിച്ചെടുക്കാം. അപ്പൊ ഇത് എന്താ നമ്മുടെ ചെമ്മീനൊക്കെ ആകുമ്പോൾ നമുക്ക് വയറിനൊക്കെ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യം വേവിച്ചെടുത്തിട്ടാണ് കേട്ടോ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് അധികം വയറിനൊന്നും പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പൊ അതേ ഇത് വെള്ളമൊക്കെ ഇവിടെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇതാണ് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതേ നമ്മുടെ ചെമ്മീൻ ഇവിടെ ഈ ഒരു ഇതിൽ ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. അങ്ങനെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പൊ ഇത് ചൂടാറി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനെ ഇടിച്ചെടുക്കുന്നത്. അപ്പൊ അതേ നമ്മുടെ ഇടിക്കല്ലിൽ ഇട്ടിട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഇടിച്ചെടുക്കണം കേട്ടോ. അപ്പൊ അതേ കണ്ടില്ലേ, നമ്മളിത് ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇതിനെ ഇടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് എല്ലാതും ഇതേ ഒരു പരുവത്തിലാണ് ഇടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പൊ അതേ നോക്കിയതേ എല്ലാതും ഇവിടെ ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ ഇടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഇടിച്ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്ത അതേ പാത്രം ഉണ്ടല്ലോ, അതിൽ തന്നെയാണ് നമ്മൾ ഇടിച്ചെമ്മീൻ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പൊ അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി വരുമ്പോൾ ഞാനിവിടെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കടുക് ഇവിടെ നല്ല രീതിയിൽ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വറ്റൽമുളക് ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഈ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചി ഉണ്ടല്ലോ, അത് രണ്ടും കൂടെ ഞാൻ ചതച്ച് വെച്ചതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പൊ അതും നോക്കിയാൽ നല്ല രീതിയിൽ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അങ്ങനെ ഈ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചെറുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ചെറുള്ളിയൊക്കെ ഇടുമ്പോൾ നമ്മുടെ എന്താ പറയുക ഈ ഇതിന് ടേസ്റ്റ് കൂടും. അപ്പൊ ഈ ചെറുള്ളി ഒന്ന് വഴണ്ടി വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതേ ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിനെ നമ്മൾ വഴറ്റിയെടുക്കണം. അങ്ങനെ ഇത് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതേ മഞ്ഞൾപ്പൊടി അതും കൂടി ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് എന്താണെന്നറിയോ ഇട്ട് കൊടുക്കുന്നത്, നമ്മുടെ ഇടിമുളക് ഉണ്ടല്ലോ, ആ ഇടിമുളക്. അപ്പൊ ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മണമൊക്കെ ഉണ്ടാവാൻ കുറച്ച് ഗരം മസാല. അപ്പൊ ഗരം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ നമ്മൾ വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ അതേ നമ്മൾക്ക് കുരുമുളക്, ഈ ഇടിയിറച്ചിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇതാണ് ഇൻഗ്രീഡിയന്റ് ആണ് ഈ കുരുമുളക് എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില. അപ്പൊ ഇതൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഇനി എന്ത് ചെയ്യണം, നമ്മുടെ ചെമ്മീൻ ആഡ് ചെയ്ത. അപ്പൊ അതേ ഈ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതേ ഈ ചെമ്മീന് നല്ലവണ്ണം ഇതിന് നമ്മൾ ഈ
എല്ലാ ഇൻഗ്രീഡിയൻറ്റിനും കൂടി ഈ ചെമ്മീൻ ഇട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നല്ല രീതിയിൽ ഇതിനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് ആ എല്ലാ ഇൻഗ്രീഡിയൻറ്റും കൂടിയിട്ട് അതിലേക്ക് പിടിക്കുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അതിനെ നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതിനെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഇത്തിരി ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ കുരുമുളക്, അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് നമ്മൾ ഇതിന് നല്ലോണം മൊരിച്ചെടുക്കണം. അപ്പം അതിൽ കിടന്നിട്ട് ഈ വെളിച്ചെണ്ണയുടെയും കൂടി കിടന്നിട്ട് ഇതൊന്നും കൂടി നല്ല രീതിയിലൊന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. അപ്പം ആ മൊരിഞ്ഞ് വരുമ്പോഴാണ് നമ്മുടെ ഈ ഇടി ചെമ്മീൻ ടേസ്റ്റ് കൂടുക. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോഴാണ് എൻ്റെ ഈ റെസിപ്പിക്ക് നല്ല ടേസ്റ്റ് കൂടിയത്. പിന്നെ അതേ ഇതിലേക്ക് നമ്മുടെ കറിവേപ്പില, ഇത് ലാസ്റ്റായിട്ടാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇടിച്ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നോക്കിയതേ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ ഇടിച്ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ട് നല്ല സ്മെല്ലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വളരെ ഈസിയാന്നുള്ളത്. അപ്പം എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, നോക്കിയാൽ ആ ഒരു പരുവത്തിന് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. മാത്രമല്ല നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ഇതിൽ അറിയിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.